ഹലോ ഫ്രണ്ട്സ്, പ്രത്യേകിച്ചൊരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമെന്ന് തോന്നുന്നില്ലല്ലേ? ലോക മലയാളികളുടെ സ്വന്തമായിട്ടുള്ള ഈ മനുഷ്യൻ കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ തലങ്ങളിലുള്ളവർക്ക് വരെ സുപരിചിതനായിട്ടുള്ള ഒരു മലയാളി. അതെ, ഗൾഫിലും മറ്റിടങ്ങളിലുമായിട്ട് 256 ഹൈപ്പർ മാർക്കറ്റുകളും മാളുകളുമുള്ള ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണലിന്റെ തലവനും മിഡിൽ ഈസ്റ്റ് റീറ്റെയിൽ കിങ്ങുമായിട്ടുള്ള MA യൂസഫ് അലിയെക്കുറിച്ചാണ് പറയുന്നത്. വണ്ടികൾ ഒരുപാട് സ്നേഹിക്കുന്ന ഇദ്ദേഹത്തിന്റെ ഗ്യാരേജിലെ കോടികൾ വിലമതിക്കുന്ന കാർ കളക്ഷനുകളുമായിട്ടാണ് ടോക്ക് സ്പീഡ് എന്ന് വരുന്നത്. സോ ഫസ്റ്റ് റോൾസ് റോയ്സ് ഗോസ്റ്റ്. ആഡംബരത്തിന്റെ അവസാന വാക്കാണ് റോൾസ് റോയ്സിനെ നമ്മൾ കാണുന്നത് അല്ലേ? ഏഷ്യയിലെ ഏറ്റവും വലിയ കോടീശ്വരനും റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാനുമായ മുകേഷ് അംബാനി ഉൾപ്പെടെയുള്ള നിരവധി ശതകോടീശ്വരന്മാരുടെയും സെലിബ്രിറ്റി സ്റ്റാർസിന്റെയൊക്കെ പ്രിയ വാഹനമാണ് റോൾസ് റോയ്സ്. ലോകത്തിലെ ഏറ്റവും ജനപ്രിയമായ റോൾസ് റോയ്സ് അഥവാ RR മോഡലുകളായ റോൾസ് റോയ്സ് കുളിനൻ, റോൾസ് റോയ്സ് ഗോസ്റ്റ് എന്നിങ്ങനെ 2 മോഡലുകൾ യൂസഫ് അലിയുടെ ഗ്യാരേജിലുമുണ്ട്. ഇന്ത്യയിൽ 7 കോടി രൂപയിലധികമാണ് റോൾസ് റോയ്സ് ഗോസ്റ്റിന്റെ വില വരുന്നത്. റോൾസ് റോയ്സിന്റെ അടിസ്ഥാന വേരിയന്റാണ് ഈ മോഡൽ. കേരള സർക്കാരിന്റെ നോർക്ക റൂട്ട്സ് വൈസ് ചെയർമാൻ എന്ന ചുവപ്പ് ബോർഡുമായിട്ടാണ് നേരത്തെ അദ്ദേഹത്തിന്റെ ഈ വണ്ടി കണ്ടിട്ടുള്ളത്. KL CA01 എന്ന ഫാൻസി നമ്പർ MA യൂസഫ് അലിയുടെ വണ്ടികളുടെ ഒരു സവിശേഷതയാണ്. ഇന്ത്യയിൽ പലയിടത്തും അദ്ദേഹം ഈ കറുത്ത നിറത്തിലുള്ള റോൾസ് റോയ്സ് ഗോസ്റ്റിൽ സഞ്ചരിക്കാറ്. നെക്സ്റ്റ് റോൾസ് റോയ്സിന്റെ കള്ളിനാണ്. റോൾസ് റോയ്സിന്റെ ഏക SUV മോഡലായിട്ടുള്ള റോൾസ് റോയ്സ് കള്ളിനും യൂസഫ് അലിയുടെ പക്കലുണ്ട് കേട്ടോ. ചുവപ്പ് കളർ കള്ളിനാണ് അദ്ദേഹത്തിന്റെ എന്ന് പറയുന്നത്. ഗൾഫ് രാജ്യങ്ങളിലെ യാത്രകൾക്കാണ് അദ്ദേഹം ഈ വണ്ടി ഉപയോഗിക്കാറുള്ളത്. റോൾസ് റോയ്സ് കള്ളിൻ ഒരു ആഡംബര SUV ആണ്. 569 BHP കരുത്തും 850 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന 6.75 ലിറ്റർ ടിൻ ടർബോ ചാർജ്ഡ് പെട്രോൾ എഞ്ചിനാണ് ഇതിന്റെ പ്രധാന സവിശേഷത. 8 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുമായിട്ടാണ് ഇതിന്റെ എഞ്ചിൻ വരുന്നത്. ഇന്ത്യയിലെ റോൾസ് റോയ്സ് കള്ളിന്റെ പ്രാരംഭ വില എന്ന് പറയുന്നത് ഏകദേശം 6.95 കോടി രൂപയാണ്. എക്സ് ഷോറൂം ഓൺ റോഡ് വില ഏകദേശം 8.20 കോടി രൂപയും. ഹെലികോപ്റ്റർ മോഡ് ക്യാമറ, ഓഫ് റോഡ് മോഡിൽ ഓട്ടോ റൈസിംഗ് സസ്പെൻഷൻ തുടങ്ങിയ അൾട്രാ എക്സോട്ടിക് ഫീച്ചറുകളും വളരെ നൂതനമായിട്ടുള്ള എഞ്ചിനീയറിംഗ് കള്ളിന്റെ സവിശേഷതയാണ്. അടുത്തത് ബെൻലിയുടെ ബെൻറ്റിയാണ്. ഇന്ത്യയിലെ കാർ വിപണിയിലെ ഏറ്റവും വില കൂടിയ SUV-കളൊന്നാണ് ബെൻലി ബെൻറ്റിയ. ഇതിൽ SUV-യുടെ W12 പതിപ്പിലുള്ള വെളുത്ത നിറമുള്ള ബെൻറ്റിയൊക്കെയാണ് യൂസഫ് അലി സ്വന്തമാക്കിയിരിക്കുന്നത്. ഇന്ത്യയിൽ ബെൻറ്റിയാക ആദ്യമായിട്ട് വാങ്ങുന്നവരിൽ ഒരാളായിരുന്നു അദ്ദേഹം. ഷാരൂഖ് ഖാൻ ഉൾപ്പെടെയുള്ള ബോളിവുഡ് സെലിബ്രിറ്റികളെ ഇഷ്ട വാഹനമാണ് ബെൻലി. അടുത്തിടെ അജയ് ദേവ്ഗണ്ണും ബെൻലി ബെൻറ്റിയാക സ്വന്തമാക്കിയിരുന്നു. 8 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും 542 BHP-യും 770 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന 4.0 ലിറ്റർ ടിൻ ടർബോ V8 എഞ്ചിനാണ് ബെൻലി ബെൻറ്റിയാഗയുടെ പ്രധാന സവിശേഷത. വെറും 4.5 സെക്കൻഡിനുള്ളിൽ 0 മുതൽ 100 കിലോമീറ്റർ വേഗതയിൽ കുതിക്കാൻ ബെൻറ്റിയാഗയ്ക്ക് കഴിയും. 4.10 കോടി രൂപയാണ് ഈ കാറിന്റെ വില. KL 32 രജിസ്ട്രേഷനുള്ള ഈ വണ്ടി കേരളത്തിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് അദ്ദേഹം ഉപയോഗിക്കാറുള്ളത്. നെക്സ്റ്റ് ലാൻഡ് റോവറിന്റെ റേഞ്ച് റോവർ വോഗ് ആണ്. അതിസമ്പന്നരുടെ ഗ്യാരേജുകളിൽ മിക്കവാറും കാണുന്ന SUV-കളായിട്ടുള്ള ലാൻഡ് റോവർ, റേഞ്ച് റോവർ വോഗ് എന്നിവയും യൂസഫ് അലിയുടെ കണ്ണഞ്ചിപ്പിക്കുന്ന കാർ കളക്ഷനിലുണ്ട്. വെളുത്ത നിറമുള്ള വോഗ് റേഞ്ച് റോവറിന്റെ ഏറ്റവും പുതിയ പതിപ്പിൽ സർക്കാർ മുതൽ അടയാളപ്പെടുത്തിയിട്ടില്ല. അദ്ദേഹത്തിന്റെ കുടുംബമാണ് ഇന്ത്യയിൽ ഇത് ഉപയോഗിക്കുന്നത്. കറുത്ത നിറമുള്ള റേഞ്ച് റോവറിന്റെ പഴയ പതിപ്പും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. ഇവന്റുകളിൽ എത്താൻ പൊതുവെ അദ്ദേഹം ഉപയോഗിക്കുന്നത് ഈ മോഡൽ ബുള്ളറ്റ് പ്രൂഫ് പതിപ്പാണ്. കേരള സർക്കാർ രജിസ്ട്രേഷൻ പ്ലേറ്റുകളും റൂഫിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു ഫ്ലാഷറും അദ്ദേഹത്തിന്റെ ട്രേഡ് മാർക്ക് 1 എന്ന രജിസ്ട്രേഷൻ നമ്പറും ഈ വണ്ടിയുടെ ഒരു സവിശേഷതയാണ്. നെക്സ്റ്റ് മെഴ്സിഡീസ് ബെൻസ് GLS. മെഴ്സിഡീസ് ബെൻസ് വാഹന നിരയിൽ നിന്നുള്ള ഫസ്റ്റ് ക്ലാസ് തുല്യമായിട്ടുള്ള SUV GLS-ഉം യൂസഫ് അലിക്കുണ്ട്. ഹെലികോപ്റ്ററിൽ വന്ന് ഇറങ്ങുമ്പോഴെല്ലാം വിവിധ സ്ഥലങ്ങളിൽ നിന്ന് അദ്ദേഹത്തെ പിക്ക് ചെയ്യാൻ ഈ വാഹനം എത്താറുണ്ട്. നിലവിൽ ആഡംബര കാർ വിപണിയിലെ ഏറ്റവും ആഡംബരമേറിയ SUV-കളിൽ ഒന്നാണ് GLS. സോ അടുത്തത് മെഴ്സിഡീസിന്റെ തന്നെ മേബാക്ക് S600 ആണ്. ജർമ്മൻ ആഡംബര വാഹന നിർമ്മാതാക്കളായിട്ടുള്ള മെഴ്സിഡീസ് ഇന്ത്യയിൽ അവതരിപ്പിച്ചിട്ടുള്ള അത്യാഡംബര SUV ആണ് മെയ്ബാക്ക് GLS 600. പൂർണ്ണമായിട്ടും വിദേശത്ത് നിർമ്മിച്ച് ഇന്ത്യയിൽ എത്തിക്കുന്ന ഈ ആഡംബര വാഹനവും യൂസഫ് അലിയുടെ കയ്യിലുണ്ട്. പുറംമോടിയിലെ സൗന്ദര്യത്തെക്കാൾ അകത്തളത്തിലെ ആഡംബരമാണ് ഈ വാഹനത്തിന്റെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത്. 2.43 കോടി രൂപയാണ് ഈ വാഹനത്തിന്റെ എക്സ് ഷോറൂം വില വരുന്നത്. 4.0 ലിറ്റർ V8 ബൈ ടർബോ എഞ്ചിനാണ് മെഴ്സിഡീസ് മെയ്ബാക്കിന്റെ GLS 600 പ്രവർത്തിക്കുന്നത്. ഇത് 542 BHP പവറും 730 Nm ടോർക്കുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. 9G ട്രോണിക് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ് ഇതിലെ ട്രാൻസ്മിഷൻ. എഞ്ചിനൊപ്പം നൽകിയിട്ടുള്ള 48 വോൾട്ട് EQ ബൂസ്റ്റ് സിസ്റ്റം ആവശ്യമുള്ള സമയങ്ങളിൽ 250 Nm അധിക ടോർക്കും 21 BHP പവർ നൽകുന്നു. 4.9 സെക്കൻഡിൽ 0 നിന്ന് 100 കിലോമീറ്റർ വേഗത കൈവരിക്കാനുള്ള ശേഷിയും ഈ വാഹനത്തിനുണ്ട്. ഇനി മിനി കൺട്രിമാനാണ്. 1 എന്ന രജിസ്ട്രേഷൻ നമ്പറിൽ MA യൂസഫ് അലിയുടെ പക്കലുള്ള മനോഹരമായിട്ടുള്ള മറ്റൊരു ആഡംബര കാറാണ് മിനി കൂപ്പറിന്റെ മിനി കൺട്രിമാൻ. ട്രാൻസ്മിഷനും ഇന്ധന തരവും അനുസരിച്ച് 14 കിലോമീറ്റർ മൈലേജുള്ള 5 സീറ്റർ ഹാച്ച് ബാക്ക് ആണ് മിനി കൂപ്പർ കൺട്രിമാൻ. ഇന്ത്യയിൽ 57.05 ലക്ഷം മുതലാണ് ഇതിന്റെ വില വരുന്നത്. വിപണിയിലെ ഏറ്റവും വലിയ മിനി കൂപ്പർ കാറുകളിൽ ഒന്നാണ് മിനി കൺട്രിമാൻ എന്ന് പറയുന്നത്.
ഇനി BMWയുടെ 7 സീരീസ് ആണ്. യൂസഫ് അലി തന്റെ അതിഥികളുടെ എയർപോർട്ട് പിക്കപ്പിനായിട്ട് ഉപയോഗിക്കുന്ന വാഹനമാണിത്. BMW 7 സീരീസ് ബ്രാൻഡിന്റെ മുൻനിര സെഡാനാണ് ഇത്. UAE-യിൽ നിന്നുള്ള ഒരു ഷെയ്ഖ് ഇന്ത്യയിലെത്തി യൂസഫ് അലിയെ സന്ദർശിച്ചപ്പോൾ BMW 7 സീരീസ് ആണ് അതിഥിക്കായിട്ട് യൂസഫ് അലി വിട്ടു നൽകിയത്. 1.82 കോടി രൂപയാണ് ഇതിന്റെ വില വരുന്നത്. തെരഞ്ഞെടുത്ത വേരിയൻസിനെ ആശ്രയിച്ച് 1.84 കോടി വരെ വരുന്നുണ്ട്. ഈ പുതിയ 7 സീരീസിന് കരുത്ത് പകരുന്നത് 3.0 ലിറ്റർ 6 സിലിണ്ടർ പെട്രോൾ മില്ലാണ്. അത് 376 BHPയും 520 NM ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇത് കൂടാതെ 281 BHPയും 680 NM ടോർക്കും സൃഷ്ടിക്കുന്ന 3.0 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് ഇതിന് വരുന്നത്. 8 സ്പീഡ് ടെട്രപ്പോണിക് ട്രാൻസ്മിഷൻ വഴി ചക്രങ്ങളിലേക്ക് പവർ അയക്കുന്ന ഈ എഞ്ചിനുകൾക്ക് 48 വോൾട്ട് മൈൽഡ് ഹൈബ്രിഡ് സംവിധാനവും ലഭിക്കുമെന്നതാണ് ഈ കാറിന്റെ സവിശേഷത. സോ അടുത്തത് മെഴ്സിഡീസ് ബെൻസിന്റെ 9055 മോഡലാണ്. അന്തരിച്ച ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മ രാജാവ് ഉപയോഗിച്ചിരുന്ന മെഴ്സിഡീസ് ബെൻസ് തിരുവിതാംകൂർ രാജകുടുംബം MA യൂസഫ് അലി സമ്മാനിച്ചിരുന്നു. പട്ടം കൊട്ടാരത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന 1955 മോഡൽ കാറാണിത്. 1950കളിലാണ് ജർമ്മനിയിൽ നിർമ്മിച്ച ഈ കാറ് 12,000 രൂപയ്ക്ക് രാജകുടുംബം വാങ്ങിയത്. CAN 42 എന്ന നമ്പറുള്ള ഈ കാറ് കർണാടകയിൽ രജിസ്റ്റർ ചെയ്തതാണ്. ഒരു മിനിറ്റിൽ 1 മൈൽ വരെ വേഗത്തിൽ കാറ് ഓടിച്ചിരുന്ന ഉത്രാടം തിരുനാളിന് ഈ കാറ് കാരണം മൈൽ എ മിനിറ്റ് എന്ന വിളിപ്പേര് ലഭിച്ചിരുന്നു. രേഖകൾ പ്രകാരം രാജാവ് 38 വയസ്സ് മുതൽ ഡ്രൈവറായും യാത്രക്കാരനായ കാറുകളിൽ 40 ലക്ഷം മൈലുകൾ സഞ്ചരിച്ചതായിട്ട് പറയുന്നുണ്ട്. ഈ 40 ലക്ഷം മൈലിൽ 23 ലക്ഷം മൈലും ഈ ബെൻസിലാണ് അദ്ദേഹം സഞ്ചരിച്ചത്. പിന്നീട് ദൂരം വിവരിച്ച് ബെൻസ് പുറത്തിറക്കിയ മെഡലുകളും ഈ കാറിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഒരിക്കൽ അബുദാബിയിലെ യൂസഫ് അലിയുടെ വസതിയിൽ സന്ദർശനം നടത്തിയപ്പോൾ രാജാവ് യൂസഫ് അലിയെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു. 2012 പട്ടം കൊട്ടാരത്തിൽ യൂസഫ് അലി സന്ദർശിച്ചപ്പോഴാണ് കാർ സമ്മാനിക്കണമെന്ന തന്റെ ആഗ്രഹം അദ്ദേഹം വെളിപ്പെടുത്തിയത്. ഈ കാറ് വാങ്ങാൻ നിരവധി VIP-കൾ രാജാവിനെ സന്ദർശിച്ചിരുന്നു. ബെൻസ് കമ്പനിയും ഈ കാറ് അവരുടെ ഒരു അഭിമാന ചിഹ്നമായിട്ട് ഉയർത്തിപ്പിടിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പശ്ചിമ ജർമ്മനിയിലെ മെഴ്സിഡീസ് ബെൻസ് ആസ്ഥാനമായിട്ടുള്ള 2 ഉന്നത ഉദ്യോഗസ്ഥർ ഈ കാർ ആവശ്യപ്പെട്ട് രാജാവിനെ സമീപിച്ചു. പഴയ കാറിന് പകരം 2 പുതിയ കാറുകൾ അവർ രാജാവിന് വാഗ്ദാനവും ചെയ്തു. എന്നാൽ പുരാതന വസ്തുക്കളോട് താല്പര്യമുണ്ടായിരുന്ന മാർത്താണ്ഡവർമ്മ രാജാവ് അത് വിൽക്കാൻ തയ്യാറായിരുന്നില്ല. അപ്പോൾ ഫ്രണ്ട്സ്, MA യൂസഫ് അലിയുടെ കോടികൾ വിലമതിക്കുന്ന ആഡംബര കാറുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഈ കൂട്ടത്തിൽ ഏതാണ് നിങ്ങളുടെ ഡ്രീം കാർ എന്ന് നമ്മളോട് പറയണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ടോക്ക് സ്പീഡിൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ ട്യൂൺ.